ഇന്ന് വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും കുറച്ച് കനത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കണംകുടി പോകുമ്പോൾ തന്നെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോഴേക്കും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. രാവിലെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു തട്ടി കൂട്ടിയിട്ട് കിഴങ്ങൊക്കെ വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുക്കുക, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി വെന്തുടഞ്ഞ് വരുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെന്തിരിക്കണം നമ്മുടെ കോളിഫ്ലവറും കിഴങ്ങും കൂടെ അല്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി ഇതാ ഏറെക്കുറെ റെഡി ആയി കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പുണ്ടോ നോക്കിയ സ്റ്റേജിൽ ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കറി ഒന്ന് റെഡിയായി കുറുകി വരുന്ന സമയം കൊണ്ട് പുറത്ത് ആർത്തെരമ്പിച്ച മഴയായിരുന്നു കേട്ടോ. ക്ലാസ് വിടുന്ന നേരത്തെ എപ്പോഴും ഉള്ളതാണല്ലോ ഒരു 4-4:30 ആകുമ്പോഴേക്കുള്ള ഒരു മഴയുടെ പാട്ടിന് പെയ്യട്ടെ. ഞാനിതാ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ. ചൂടോടെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് വെച്ചപ്പോഴേക്കും പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നു. കണ്ണൻകുട്ടി ഇതാദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി നമ്മുടെ കോളിഫ്ലവർ കറിയും കൂടെ അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിള്ളേർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.